കാശ് വല്ലതും കിട്ടാനുണ്ടെങ്കിൽ പെട്ടെന്ന് മേടിച്ചോളണം. പൊട്ടി പാളീസായി നിൽക്കുന്ന കുടുംബമാണ് ഈ സച്ചിയുടെ ഭാര്യ. ഞാൻ കണ്ടിട്ടില്ല. 8-10 കൊല്ലം മുമ്പ് എന്തോ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ 2 കുട്ടികളിൽ ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി. ആ പെണ്ണ് അവന്റെ ഭാഗ്യമായിരുന്നു. അവള് പോയ പിന്നെ അവനെല്ലാം നഷ്ടപ്പെട്ടത്. ആ പെണ്ണും കൊച്ചും തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവരെ അന്വേഷണം നടക്കുക. ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാരെ കയ്യിൽ നിന്ന് നല്ല തല്ലും കിട്ടും. ഇക്കാലത്തൊരു പെണ്ണിന് വേണ്ടി ആരും ഇങ്ങനെ കാത്തിരിക്കത്തില്ല. വേറൊരു പെണ്ണിനെയും കിട്ടി അവന്റെ ജീവിതം നോക്കും. സമൃദ്ധ, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഇതെന്താ കയ്യില്? ഞാന് എന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ തീരുമാനിച്ചു. എന്ത് മാറ്റം? എല്ലാരും എന്നെ കുറിച്ച് പറയുന്നത് ഞാനൊരു പരുക്കം വക്കീലാന്നാ. ആരോടും മയത്തോടെ പെരുമാറാൻ അറിയില്ല. മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയും. അത് ചിലപ്പോ ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. അല്ല, തനിക്ക് എന്നെ കുറിച്ച് എന്താ തോന്നുന്നേ? എന്തായാലും 3 വർഷം എന്നോട് ജീവിച്ച ആളല്ലേ. എന്നെ കുറിച്ചപ്പോ ഒരഭിപ്രായം കാണാതിരിക്കില്ലല്ലോ. ഗൂഗിള് വളരെ ലവബിൾ ആയിട്ടുള്ള ഒരാളായിട്ടാ എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. ഇത്രയും സിൻസിയറായ പുരുഷന്മാര് വളരെ കുറവാ. എന്റെ അഭിപ്രായം അതാ. അപ്പൊ എന്നെ കുറിച്ച് ഇത്രയും നല്ല അഭിപ്രായം തന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നിട്ട് ഇതുവരെ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. വാക്കിലല്ലല്ലോ, പ്രവൃത്തിയിലല്ലേ കാര്യം. അതെ അതെ. അതുകൊണ്ട് ഞാൻ ഇനിയൊരു പ്രവൃത്തി കൊണ്ട് നടത്താൻ പോവാ. ഈ ഗിഫ്റ്റ് ഞാൻ തനിക്ക് വേണ്ടി വാങ്ങിയത്. എന്താ ഇത്? തുറന്നു നോക്ക്. അല്ലേ വേണ്ട, ഞാൻ തുറക്കാം. സച്ചി ഇതെവിടെ പോയി കിടക്ക? രാവിലെ ഇറങ്ങിപ്പോയതാ. നേരെ എത്രയായി? ഒന്നുകിൽ നേരത്തെ വീട്ടിൽ വരണം, അല്ലെങ്കിൽ എവിടെങ്കിലും ഓട്ടം പോവാണെങ്കിൽ ഒന്ന് വിളിച്ചു പറയാമെങ്കിലും ചെയ്യണ്ടേ? അമ്മ എന്താ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത്? എന്തു പറ്റി? ഇനി എന്ത് പറ്റാനാ? വീട്ടിലിരിക്കുന്നവരുടെ ഉള്ളിലെത്തി ബാക്കിയുള്ളവർക്കാർക്കും അറിയണ്ടല്ലോ. അമ്മ ആരുടെ കാര്യം പറയുന്നത്? നിന്റെ ഏട്ടന്റെ കാര്യം തന്നെയാ പറഞ്ഞത്. സച്ചിന് എവിടെയെങ്കിലും ഓട്ടം പോയതായിരിക്കും. എന്നാ അവൻ അതൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? നേരെ എത്രയെന്നാ വിചാരം? തിരക്കിനിടയിൽ മറന്നുപോയതായിരിക്കും. എന്ത് തിരക്കാ? ഒരു വണ്ടി ഓടിക്കുന്നല്ലാതെ അവൻ ഇന്ത്യൻ പ്രധാനമന്ത്രി വല്ലതും ആണോ? കുറെ നേരം കൊണ്ട് ഞാൻ വിളിക്കുക, അവനൊന്ന് ഫോൺ എടുക്കുകയും ചെയ്യണ്ടേ? അമ്മ ഒരു കാര്യം ചെയ്യും, ആരതി ചേച്ചി ഒന്ന് വിളിച്ചു നോക്ക്. നമ്മളോട് പറഞ്ഞില്ലേലും എവിടെയും പോയാൽ ആരതി ചേച്ചിയോട് പറയാതിരിക്കില്ല. എന്തൊക്കെയാ അഡ്വക്കേറ്റ് കമ്മീഷന്റെ കണ്ടെത്തലുകള്? എന്നോട് പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയണ്ട. റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുൻപ് ദൈവം തമ്പുരാനോട് പോലും പറയാൻ പാടില്ല എന്നാ പ്രമാണം. പക്ഷേ സ്വന്തം ഭാര്യയോട് അത് പറയാത്ത ഒരു വക്കീലും ഈ ലോകത്ത് കാണില്ല. ഗൂഗിൾ എപ്പോഴും ന്യായത്തിന്റെ പക്ഷത്ത് മാത്രമേ നിൽക്കൂ എന്നുള്ളത് എനിക്കറിയാം. ഈ കേസിലെ ന്യായം ശരിക്കും ആ സച്ചിയുടെ ഭാഗത്ത് തന്നെയാ. എടോ, ഞാൻ തന്നോടൊരു കാര്യം പറയാം. താൻ ബെസ്റ്റ് ഫ്രണ്ടായി കരുതിയിരിക്കുന്ന അവന്തികയുണ്ടല്ലോ, അവര് നമ്മൾ വിചാരിച്ച പോലെ അത്ര നല്ല പുള്ളിയൊന്നുമല്ല. അവരാ ഈ കേസിലെ ഏറ്റവും പ്രധാന പ്രതി. നെല്ലിശ്ശേരിയിലെ സേതുമാധവൻ എന്ന ആ സച്ചിയുടെ അച്ഛനെ കബളിപ്പിച്ച് മുഴുവൻ സ്വത്തുക്കളും എഴുതി വാങ്ങി തന്റെ പേരിലാക്കിയതാണ് ഈ അവന്തിക.
അവന്തിക അങ്ങനെ ചെയ്യുന്ന എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അത് മാത്രമല്ല, ഈ സച്ചിയും അയാളുടെ പഴയ ഭാര്യ അർച്ചനയും ചേർന്ന് ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തിയിരുന്നു. ഒരു ഡ്രൈവർ ശിവരാമന്റെ കുഞ്ഞിനെ. ശിവരാമ, ഈ കുഞ്ഞിനെ ഇത്രയും നാൾ വളർത്തിയത് സന്ദീപോ ആതിരയോ അവരുടെ കുഞ്ഞിന്റെ പേരിലാ നിങ്ങളിപ്പോ അവകാശം പറഞ്ഞിരിക്കുന്നേ. പക്ഷെ നിയമത്തിന് മുമ്പിൽ ഞങ്ങൾ ദത്തെടുത്ത ഞങ്ങളുടെ കുഞ്ഞ് ഇതാണ്. ഈശ്വര, എന്റെ ഇന്ദുട്ടി. മൈനറായ കുഞ്ഞിന്റെ പേരിൽ സേതുമാധവൻ എഴുതി വെച്ചൊരു വിൽപത്രമുണ്ട്. ഈ കേസിൽ നിർണായകമായത് ആ വിൽപത്രമാണ്. ആ സ്വത്ത് പോലും അവന്തിക തട്ടിയെടുത്തു. ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവരെ ചതിച്ച് അവന്തിക സ്വന്തമാക്കിയ എല്ലാ സ്വത്തുക്കളും അവന്തിക തിരിച്ചു കൊടുത്തേ പറ്റൂ. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെങ്കിലും ആ സച്ചി ഒരു പാവത്താനാ. ആ സ്വത്തുക്കളെല്ലാം അയാൾക്കും കുടുംബത്തിനും തിരിച്ചു കിട്ടാൻ പോവാ. സ്വത്തുക്കൾ മാത്രമല്ല, എന്നെയും സച്ചേനെ എന്നെ തിരിച്ചു കിട്ടുമെന്ന് ഗോകുൽ അറിയുന്നില്ലല്ലോ. ഇതൊക്കെ എടുത്ത് അനന്തമുണ്ടായിരിക്കുന്നു. ഈ സ്വത്തൊക്കെ അവർക്ക് തന്നെ തിരിച്ചു കിട്ടുമായിരിക്കോ? സിവിൽ കേസല്ലേ? ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കള് എങ്ങനെ തിരിച്ചു കൊടുക്കും? ഇവിടെ കേസ് തോറ്റാ അവന്തിക ചിലപ്പോ ഹൈക്കോടതിയിൽ ഒരു അപ്പീല് പോകും. അവിടെയും തോറ്റാ സുപ്രീം കോടതി വരെ ചിലപ്പോ പോവായിരിക്കും. കേസ് കഴിഞ്ഞതൊക്കെ തിരിച്ചു കിട്ടാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ കേസിന്റെ വിധി നിർണയിക്കുന്നത് ഞാൻ എഴുതിയ ഈ കമ്മീഷൻ റിപ്പോർട്ടായിരിക്കും.